നിസ്കാരം പള്ളിയിൽ ജമാഅത്ത് ആരംഭിച്ചു. ഒരാൾ പിന്തി വരുന്ന ഒരാൾ, അയാൾ മസ്ബൂക്ക്. അയാൾ വരുമ്പം നിസ്കാരം ഏതുവരെ ആയി, പ്രത്യേകിച്ച് ളുഹർ നിസ്കാരം അസ്ർ നിസ്കാരം പോലെയാണെങ്കിൽ പതുക്കെ ഓതുന്നത് കൊണ്ട് തന്നെ ഏതുവരെ ആയി എന്നറിയില്ല. വന്ന ആൾ ഉടനെ തന്നെ കൈകെട്ടി, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സമയം വൈകിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കൈകെട്ടുക, വജ്ജഹത്ത് ഓതാതെ അഴുത് ഓതാതെ ബിസ്മിയിലേക്ക് പ്രവേശിക്കണം എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വന്ന ആൾ ഇതൊന്നുമില്ലാതെ വന്ന് ബിസ്മി തുടങ്ങി. ഇമാമ് റുക്കൂവിലേക്ക് പോകുമ്പോൾ നമ്മൾ പഠിപ്പിച്ചതനുസരിച്ചാണെങ്കിൽ റുക്കൂവിലേക്ക് പോകുമ്പോൾ ഫാത്തിഹ പൂർത്തിയാക്കാതെ തന്നെ ഇയാൾക്ക് റുക്കൂവിലേക്ക് ചെല്ലാം. ഇമാമിനോടൊപ്പം റുക്കൂ കിട്ടിയാൽ ആ റക്അത്ത് പൂർണ്ണമായി എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ഉസ്താദ്. ഒരാൾ തീരുമാനിക്കുന്നു വന്ന് കൈകെട്ടി ഫാത്തിഹ ഓതി, അപ്പോഴേക്കും ഫാത്തിഹ പകുതിയായപ്പോഴേക്കും ഇമാം റുക്കൂവിലേക്ക് പോയി. ഇദ്ദേഹം ആ ഫാത്തിഹ പൂർത്തിയാക്കി റുക്കൂവിലേക്ക് ചെല്ലുന്നു. അപ്പോഴേക്കും റുക്കൂ എല്ലാം കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഈ റക്അത്ത് പൂർണ്ണമായും കിട്ടുമോ? ഇതിൽ വിശദീകരണം മനസ്സിലാക്കേണ്ട ഒരു ചോദ്യമാണ് അത്. ഇമാമിനോട് കൂടെ തന്നെ തുടക്കത്തിൽ ചേർന്ന് ഫാത്തിഹ പൂർണ്ണമായി ഓതാൻ സമയം ലഭിച്ച വ്യക്തിക്ക് മുവാഫിഖ് എന്നാണ് അറബിയിൽ പറയുക. അദ്ദേഹം ഫാത്തിഹ സൂറത്ത് ഓതാൻ ഇഷ്ടം പോലെ സമയം ലഭിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇമാമിനോടൊപ്പം ആ റുക്കുവിൽ തന്നെ അടങ്ങി താമസിക്കാൻ അവസരം ലഭിക്കണമെന്നില്ല. 3 ഫർള് പിന്നിടുന്നതിന് മുമ്പായി ഇമാമിനോടൊപ്പം ചേർന്ന് പോയാൽ മതി. നേരെ മറിച്ച് സൂറത്തുൽ ഫാത്തിഹ പൂർണ്ണമായി ഓതാൻ സമയം ലഭിക്കാത്ത വ്യക്തി, അദ്ദേഹത്തിനാണ് മസ്ബൂക്ക് എന്ന് പറയുന്നത്. വജ്ജഹത്ത് ഓതിയതിൻ്റെ ശേഷം അല്ല, സുന്നത്തവുമായൊന്നും ബന്ധപ്പെടാതെ നേരിട്ട് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി ഇദ്ദേഹം ഇമാമിനോടൊപ്പം തുടർന്ന് നിസ്കരിക്കാൻ തുടങ്ങിയതും ഇമാമിനോടൊപ്പം തുടർന്ന ഇദ്ദേഹം തുടർന്ന് ഉടനെ തന്നെ സുന്നത്തുകളെ കൊണ്ട് ബന്ധപ്പെടാതെ നേരെ ഫാത്തിഹയിലേക്ക് പ്രവേശിച്ചു. എന്നാൽ തന്നെ ഇമാം റുക്കുവിലേക്ക് പോകുന്നതിന് മുമ്പ് പൂർണ്ണമായി സൂറത്തുൽ ഫാത്തിഹ ഓതാൻ സമയം ലഭിക്കാത്ത വ്യക്തിക്കാണ് മസ്ബൂക്ക് എന്ന് പറയുന്നത്. അദ്ദേഹം ആ ഫാത്തിഹ സൂറത്ത് പൂർണ്ണമാക്കാൻ പാടില്ല. മറിച്ച് ഇമാമിനോടൊപ്പം നേരെ റുക്കുവിൽ പോയി ഇമാം അവിടെ നിന്ന് ഉയരുന്നതിന് മുമ്പായി ഇദ്ദേഹം ഇമാമിനോടൊപ്പം ചേർന്നാൽ ആ റക്അത്ത് ലഭിക്കും. അല്ലാതിരുന്നാൽ റക്അത്ത് ലഭിക്കില്ല എന്ന മസ്അല. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൽ അദ്ദേഹം സുന്നത്തായ കാര്യങ്ങളെ കൊണ്ട് ബന്ധപ്പെട്ട് നീങ്ങുകയുണ്ടായി. അദ്ദേഹം സമയം ലഭിക്കുമെന്ന പ്രതീക്ഷയിലോ അല്ലെങ്കിൽ ഒരു അന്തമില്ലാതെ ബോധമില്ലാതെ നേരെ വജ്ജഹത്തു ആണല്ലോ പിന്നെ ഔദു ആണല്ലോ എന്ന നിലയിൽ അതുമായി ബന്ധപ്പെട്ട് നീങ്ങി. പിന്നെ ഫാത്തിഹയിലേക്ക് പ്രവേശിച്ചെങ്കിലും അത് പൂർത്തീകരിക്കാൻ സമയം ലഭിച്ചില്ല. മൊത്തത്തിൽ അദ്ദേഹം സൂറത്തുൽ ഫാത്തിഹ ഓതി തീർക്കാൻ സമയം ലഭിക്കാത്തവനാണ്. എന്നാൽ തന്നെ എത്രയാണോ സുന്നത്ത് കൊണ്ട് അദ്ദേഹം ബന്ധപ്പെട്ടത് അതേ അളവിൽ സൂറത്തുൽ ഫാത്തിഹയിൽ നിന്ന് അദ്ദേഹം ഓതി തീർക്കണം എന്നാദ്യമോ. വജ്ജഹത്തു വജീലില്ലദീ ഫത്തറസ്സമാവാതി വൽ അർള് എന്ന് പറയുന്ന ദുആഉൽ ഇഫ്തിതാഹ്, പ്രാരംഭ പ്രാർത്ഥന, അതിൽ ആകെ എത്ര അക്ഷരങ്ങളുണ്ടോ അതേ അക്ഷരങ്ങളുടെ അളവ് പ്രകാരം ഈ സൂറത്തുൽ ഫാത്തിഹയിൽ നിന്ന് അദ്ദേഹം ഓതിത്തീരണം. എന്നിട്ട് ഇമാമുമായി അദ്ദേഹം ചേരണം റുക്കുവിൽ തന്നെ. ഇതാണ് പ്രബലാഭിപ്രായം. റുക്കുവിൽ തന്നെ ചേരണം. ഇനി അവിടെ ഒരു അഭിപ്രായമുണ്ട്, അദ്ദേഹം എത്രയാണോ ശകലായത് സുന്നത്തുമായി അദ്ദേഹം സുന്നത്തുമായി എത്രയാണോ ബന്ധപ്പെട്ടത് അതിൻ്റെ അളവനുസരിച്ച് സൂറത്തുൽ ഫാത്തിഹയിൽ നിന്ന് അദ്ദേഹം ഓതൽ നിർബന്ധമാണ്. അത് ഓതി തീർക്കാതെ റുക്കുവിലേക്ക് പോകാൻ പാടില്ല. അങ്ങനെ ഓതി തീർക്കുമ്പോഴേക്ക് അഥവാ എത്രയാണോ സുന്നത്തിൽ അദ്ദേഹം ശകലായത് അതിനനുസരിച്ച് ഫാത്തിഹയിൽ നിന്ന് അദ്ദേഹം ഓതി തീർന്ന് റുക്കുവിലേക്ക് പോകുമ്പോഴേക്ക് ഇമാം റുക്കുവിൽ നിന്ന് ഉയരുമെങ്കിൽ തന്നെ അദ്ദേഹം ഇത് പൂർത്തിയാക്കാതെ പോകാൻ പാടില്ല. അങ്ങനെ അദ്ദേഹം ഇമാമിലേക്ക് എത്തുമ്പോഴേക്ക് റുക്കുവിലേക്ക് എത്തുമ്പോഴേക്ക് ഇമാം റുക്കുവിൽ നിന്ന് ഉയർന്നിട്ടുണ്ടെങ്കിൽ തന്നെ ആ റക്അത്ത് ലഭിക്കും. 3 ഫർളിൽ നിന്ന് പിന്താതിരുന്നാൽ മതി എന്ന ഒരഭിപ്രായവും ഉണ്ട്. കാരണം ഇദ്ദേഹം സുന്നത്ത് കൊണ്ട് ശകലായിരുന്നല്ലോ. ആ ശകലായത് വീണ്ടെടുക്കാൻ വേണ്ടിയാണ് അദ്ദേഹം പിന്നെ ഫാത്തിഹ ഓതി കാത്തിരിക്കുന്നത്. അതായത് ഇമാമിനോടൊപ്പം റുക്കുവിൽ ചേരൽ ഉണ്ടായിട്ടില്ല. എന്നാൽ തന്നെ അദ്ദേഹത്തിന് 3 ഫർള് പിന്തുന്നതിന് മുമ്പായി 3 ഫർള് ഇമാമ് തീർക്കുന്നതിന് മുമ്പായി നേരെ റുക്കുവിലോട് ചേർന്നാൽ അദ്ദേഹത്തിന് ആ റക്അത്ത് കിട്ടും എന്നൊരഭിപ്രായമുണ്ട്. പക്ഷേ അവിടെയും പ്രബല അഭിപ്രായം ഇദ്ദേഹത്തിൻ്റെ ഈ സുന്നത്തുമായി ബന്ധപ്പെട്ടതിൻ്റെ അളവനുസരിച്ച് സൂറത്തുൽ ഫാത്തിഹയിൽ നിന്ന് ഓതി തീരുകയും റുക്കുയിൽ അടങ്ങിത്താമസം ലഭിക്കുകയും ചെയ്താലേ റക്അത്ത് ലഭിക്കൂ എന്ന. അങ്ങനെ റുക്കുയിൽ അടങ്ങിത്താമസിക്കാൻ ഇമാമിനോടൊപ്പം ലഭിച്ചില്ലെങ്കിൽ ആ റക്അത്ത് ലഭിക്കില്ല. ഇമാം സലാം വീട്ടിയതിൻ്റെ ശേഷം പിന്നെ റക്അത്ത് വീണ്ടെടുക്കേണ്ടതായി വരും എന്ന അഭിപ്രായമുണ്ട്. അതായത് നിസ്കാരത്തിന് കോട്ടം സംഭവിക്കില്ല. നിസ്കാരത്തിന് യാതൊരു കോട്ടവും സംഭവിക്കില്ല. നിസ്കാരത്തിന് കോട്ടം സംഭവിക്കുന്നത്
ഈ സുന്നത്തിന് വേണ്ടി എത്രയാണോ അദ്ദേഹം സമയം ചെലവാക്കിയത് അതിൻ്റെ അളവനുസരിച്ച് സൂറത്തുൽ ഫാത്തിഹയിൽ നിന്ന് ഓതാതെ ഇമാമിലേക്ക് പോയാൽ നിസ്കാരം തന്നെ ബാത്തിലാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ ഉസ്താദ് പറഞ്ഞു ജഹത്തു അഴുതും ഒക്കെ ഓതിയത് കൊണ്ടാണ്. ഇനി ഇങ്ങനെ ഇല്ലാതെ നേരെ വന്ന് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞ് ഫാത്തിഹ തന്നെയാണ് തുടങ്ങുന്നത്. പക്ഷേ ഇമാം റുക്കൂവിലേക്ക് പോയി എഴുന്നേറ്റാലും ഒരു ഫാത്തിഹ എങ്ങനെ ഇടയ്ക്ക് വെച്ച് മുറിച്ച് നിസ്കാരത്തിൽ പോകണം എന്നുള്ള ചിന്തയിൽ ഇയാൾ ആ ഫാത്തിഹ പൂർത്തിയാക്കി വന്നപ്പോഴേക്കും ഇമാം റുക്കൂവിൽ നിന്ന് ഉയർന്നു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു കാരണവശാലും ആ റക്കായത്ത് ലഭിക്കുകയേ ഇല്ല. പക്ഷേ സലാം വീട്ടിയതിന് ശേഷം എഴുന്നേറ്റ് രണ്ടാമത് വേറൊരു റക്കായത്ത് നിസ്കരിക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ നിസ്കാരത്തിൻ്റെ യാതൊരു കുഴപ്പവുമില്ല, നിസ്കാരത്തിന് കുഴപ്പമില്ല. പക്ഷേ ആ റക്കായത്ത് ലഭിക്കുകയില്ല എന്നതിനാൽ ഇമാമ സലാം വീട്ടിയതിൻ്റെ ശേഷം പിന്നീട് ബാക്കിയുള്ളത് അദ്ദേഹം വീണ്ടെടുക്കുക തന്നെ വേണം. ഇനി പിന്തി വന്ന ആൾ ഫാത്തിഹ ഓതി, ഇമാമിനോടൊപ്പം തന്നെ ഫാത്തിഹ ഓതി, ശേഷം ഇയാൾ ഒരു സൂറത്ത് ആരംഭിച്ചപ്പോഴേക്കും ഇമാം റുക്കുവിലേക്ക് പോയി. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം ആ സൂറത്ത് പൂർത്തിയാക്കി പോകുന്നതിന് വിരോധമില്ലല്ലോ. ഇല്ല. പക്ഷേ സൂറത്ത് പൂർത്തിയാക്കാതെ എവിടെയാണോ എത്തിയത് അവിടെ മുതൽ നിർത്തി നേരെ ഇമാമിനോടൊപ്പം ചേരലാണ് ഏറ്റവും നല്ലത്. കാരണം ഇമാം എന്ന് പറഞ്ഞാൽ തുടരപ്പെടേണ്ട ആളാണ്. ഇദ്ദേഹം ഇവിടെ ചെയ്യുന്നത് സൂറത്തുൽ ഫാത്തിഹ എന്ന നിർബന്ധമുള്ള കാര്യം നിർവഹിക്കുകയല്ല, മറിച്ച് അതിൻ്റെ ശേഷമുള്ളൊരു സുന്നത്തായ കാര്യത്തിന് വേണ്ടി പിന്തുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം തുടങ്ങിയ സൂറത്തുകൾ പൂർത്തീകരിക്കാൻ കാത്തിരിക്കാതെ ഇമാം റുക്കുവിലേക്ക് പോയാൽ പിന്നെ റുക്കുവിൽ തന്നെ പോയി ചേരുക എന്നതാണ് ഏറ്റവും നല്ലത്. ഒരുപക്ഷെ ഇദ്ദേഹം തുടങ്ങിയ സൂറത്ത് പൂർത്തീകരിക്കട്ടെ എന്ന് നമുക്ക് പൂർത്തീകരിച്ച് ഇമാമിലേക്ക് പോയപ്പോഴേക്ക് ഇമാം റുക്കുവിൽ നിന്ന് ഉയർന്നാലും റക്കാത്ത് ലഭിക്കുന്നതാണ്. 3 ഫർദിൽ നിന്ന് പിന്താതിരുന്നാൽ മതി. ഇതിപ്പോൾ പിന്തി വന്ന ആൾക്കല്ല, അപ്പോൾ ഇമാമിനോടൊപ്പം തന്നെ തുടക്കത്തിൽ തന്നെ ചേർന്ന ഒരാളാണ്. അയാൾ ഫാത്തിഹ കഴിഞ്ഞു, സൂറത്ത് വലിയ സൂറത്ത് ഓതുന്നു, ഇമാം റുക്കുവിൽ പോകുന്നു, എഴുന്നേൽക്കുന്നു. അപ്പോഴേക്കും അങ്ങനെയാണെങ്കിലും ഈ മാമൂമ് സൂറത്ത് ഇടയ്ക്ക് വെച്ച് മുറിച്ച് പോകലാണോ നല്ലത്? ഏറ്റവും നല്ലത് അതാണ്. പൂർത്തിയാക്കേണ്ടതില്ല.